സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. കഴിഞ്ഞ 5000 വർഷങ്ങൾക്ക് മേലായി നമ്മുടെ നാടായ ശ്രീ മഹാഭാരതത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്വം, അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന ചാതുർവർണ്ണത്തിൽ തുടങ്ങിയ അടിമത്വം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അത് ജാതി അടിമത്വമായി മാറി. എല്ലാവരും മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് ജാതിയോ ജാതി ചിന്തയോ ജാതി വ്യവസ്ഥയോ നമ്മുടെ നാട്ടിലില്ലായിരുന്നു. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് 1000 വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ജാതി ചിന്ത ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നാണ്. തെറ്റാണത്. ആദികാലം മുതൽ, സൃഷ്ടിയുടെ തുടക്കം മുതൽ വേദകാലം വരെ, അതായത് വാമന അവതാരം വരെ നമുക്കുണ്ടായിരുന്ന നമ്മുടെ ധർമ്മം, സനാതന ധർമ്മം എന്ന് നാം എല്ലാം പറയുമല്ലോ, അതാണ് സത്യം വദ, സത്യം മാത്രമേ പറയാവൂ. ധർമ്മം ചര, അവനവന്റെ ധർമ്മം അവനവന്റെ കർമ്മം ആചരിക്കുക. അതിഥി ദേവോഭവ, അതിഥിയായി വരുന്നതിനെ ദേവനായി കണ്ട് തന്നെ പോലെ സമാരാധനായി ജീവിക്കുക. ഇതായിരുന്നു നമ്മുടെ ധർമ്മം. ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണ എന്ന ധർമ്മമായിരുന്നു, എന്ന തത്വമായിരുന്നു നമ്മുടെ ശ്രീ മഹാഭാരതത്തിൽ സൃഷ്ടിയുടെ തുടക്കം മുതൽ വാമന അവതാരം വരെ. മനസ്സിലാക്കണം, ഇത് വാമന അവതാരത്തോടു കൂടി നമുക്ക് അടിമത്വം ഉടലെടുത്തു. നമ്മുടെ നാട്ടിൽ 100% ബ്രാഹ്മണർ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ കോടതികളെ ഉപയോഗിച്ച് കേവലം 3% മാത്രം തൊട്ടുകൂടാൻ പാടുള്ള ബ്രാഹ്മണരും 97% തൊട്ടുകൂടാൻ പാടില്ലാത്ത അധകൃത ശൂദ്രരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് വിധിച്ചിട്ട് എറിഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വിധികളുടെ ബാക്കിയാണ് നമ്മുടെ ഭരണഘടന. മനസ്സിലാക്കണമത്. ജാതി എന്താണെന്ന് അറിയാമോ? ജാതി പുൽച്ചെടി വൃക്ഷങ്ങൾക്കും ജന്തുപക്ഷി മൃഗാദികളുടെ ഇടയ്ക്ക് മാത്രം പറയാവുന്ന ഒരു വാക്കാണ് ജാതി. കാരണം ഉദാഹരണമായി മൃഗങ്ങളുടെ ഇടയിൽ ആന, കുതിര, കരടി, പശു ആദ്യായ വർഗങ്ങളുണ്ട്. 1ൽ കൂടുതൽ സ്പെസീസ് ഉണ്ട്. അവയെ തിരിച്ചറിയാൻ ജാതി പറയാം. മനുഷ്യന്റെ ഇടയിലോ മനുഷ്യനല്ലാതെ രണ്ടാമതൊരു വർഗം ഈ നിമിഷം വരെ, സൃഷ്ടിയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുകയില്ല. കാരണം ഇല്ല. ലോകമെമ്പാടും അടിമത്വം അവസാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്ന അടിമത്വം ലോകത്തെമ്പാടും അവസാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നാടായ ശ്രീ മഹാഭാരതത്തിൽ ആ അടിമത്വം എങ്ങനെ നിലനിർത്താം? അതിന് നമ്മുടെ തന്നെ പൂർവികർ, നിങ്ങളുടെയും എന്റെയും എല്ലാവരുടെയും പൂർവികരായ ചില ക്രൂക്സ് ആൻഡ് ക്രിമിനൽസ് കണ്ടുപിടിച്ച തത്വമാണ് ജാതി വ്യവസ്ഥ. മനസ്സിലാക്കണമത്. ജാതി വ്യവസ്ഥയിൽ ചുരുക്കം ചിലർ മനുഷ്യരും ബാക്കിയെല്ലാം മൃഗതുല്യവുമാണ്. നായ്ക്കും നരിക്കും മനുഷ്യന്റെ വീട്ടിൽ കയറാം, നായ്ക്കും നരിക്കും ക്ഷേത്രങ്ങളിൽ കയറാം. മനുഷ്യന് കയറാൻ പാടില്ല. കാരണം അവൻ ശൂദ്രനാണ്, തൊട്ടുകൂടാത്തവനാണ്. ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിലല്ലാതെ ഈ നശിച്ച സിസ്റ്റം, ജാതി വ്യവസ്ഥ ഇനിയും നിങ്ങൾ കേട്ടുകൊള്ളുവേൻ. നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധികൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഞെട്ടും നിങ്ങൾ. മനുവിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ പേരിലുള്ള ഏറ്റവും വലിയ ശാപമാണെന്നും അത് എത്രയും പെട്ടെന്ന് ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യുന്നുവോ അത്രയും നമുക്ക് നല്ലതാണെന്നും നമ്മുടെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയല്ല, പല വിധികൾ കിടക്കുകയാണ് ഇവിടെ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? 68 വർഷമായല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കേട്ടിട്ടുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതൊന്നും താഴോട്ട് വരികയില്ല. കാരണം രാക്ഷസന്മാർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അതിനെ. താഴോട്ട് വന്നാൽ ഇവരുടെ ഭരണം നടക്കുകയില്ല. അവർക്ക് ജാതി വോട്ട് വേണം, മനുഷ്യന്റെ വോട്ട് വേണ്ട. അതാണ് അതിന്റെ കാരണം. ഒരു കാര്യം കൂടെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ ഭരണഘടനയിലുള്ള ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്താണെന്ന് അറിയാമോ? അതിനും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ഇന്ന് പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ഭരണഘടനയ്ക്ക് മുമ്പുള്ള, സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള തൊട്ടുകൂടാൻ പാടില്ലാത്ത അലകൃത ശൂദ്രന്മാരാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും മാറി മാറി വരുന്ന നമ്മുടെ ഭരണകൂടം വരൂ കൂട്ടങ്ങളായി ഷെഡ്യൂൾ കാസ്റ്റ് പിടിച്ചോ, ഷെഡ്യൂൾ ട്രൈബ് പിടിച്ചോ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പിടിച്ചോ, എന്നിട്ട് സംവരണവും പിടിച്ചോ.
മനുഷ്യനെ മൃഗമായി കാണുന്ന ചിന്തയാണ്, വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. ആ വ്യവസ്ഥ നിലനിൽക്കാൻ പാടില്ല. എല്ലാവർക്കും വേണ്ടി, സർവമാന ആൾക്കാർക്ക് വേണ്ടി, നിങ്ങൾക്കും നമ്മുടെ ശ്രീ മഹാഭാരതത്തിലുള്ള സർവമാന ആൾക്കാർക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്കുമുള്ള വിശ്വാവകാശം, വിശ്വാധികാരം, വിശ്വകടമ ഞാൻ കയ്യിലെടുത്തു. മാറ്റത്തിന് വേണ്ടി അഡ്വക്കേറ്റായ ഞാൻ 13 മാസത്തെ ശാസന രൂപേണയുള്ള എന്റെ വക്കീൽ നോട്ടീസ് ഞാൻ കേന്ദ്ര ഗവൺമെന്റിന് നവംബർ 30, 2013 കൊടുത്തിരുന്നു. അതായത് 13 മാസത്തിനകം, ഡിസംബർ 31, 2014 ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ നിന്നും നമ്മുടെ ഭരണഘടനയിൽ നിന്നും ഉന്മൂലനാശനം ചെയ്തിരിക്കണം. എന്റെ നാട്ടിലുള്ള സർവമാന പേരെയും ബ്രാഹ്മണരായി ഡിക്ലെയർ ചെയ്യണം. കാരണം 100% ബ്രാഹ്മണരിൽ 3% മാത്രം ബ്രാഹ്മണരും 97% ശൂദ്രന്മാരാണെന്ന് വിഭജിച്ചിട്ട് പോയ ബ്രിട്ടീഷുകാരുടെ ചെവിട്ടത്തിന് അടിക്കാനാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നിനുമല്ല. മനസ്സിലാക്കണം, ഇത് നമ്മുടെ നാട്ടിൽ ശൂദ്രന്മാരില്ല, അധകൃതന്മാരില്ല, നീചന്മാരില്ല. അത് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് സർവരെയും ബ്രാഹ്മണനായി ഡിക്ലെയർ ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. 24 മണിക്കൂറും ആര് വന്നാലും സമൂഹ ഉപനയനം നടത്തിയാണ് നമ്മുടെ ഭാരതയാത്ര. ഭാരത ഒട്ടാകെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. മാറ്റത്തിന് വേണ്ടിയാണ്. ഗവൺമെന്റ് ഒരിക്കലും ഇത് ചെയ്യുകയില്ല. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിലേ മതിയാകൂ. നമ്മൾ ചെയ്യിപ്പിക്കും. ഞാൻ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റിനെ. ഗവൺമെന്റ് ഭരണഘടന തിരുത്തി എഴുതിയില്ല എങ്കിൽ ഇവിടുത്തെ 85% കൂടുതൽ വരുന്ന നമ്മുടെ ജനങ്ങൾ ഭരണഘടന തിരുത്തി എഴുതിയിരിക്കും. കാരണം മൃഗതുല്യമായ മനുഷ്യനെ കാണുന്ന ഈ സിസ്റ്റം മാറണം. മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണണം. ഇതിനു വേണ്ടിയാണ് എല്ലാവരും വിശ്വസിച്ചു പോരുന്ന സൃഷ്ടിയുടെ തുടക്കം മുതൽ നമ്മുടെ വിശ്വാസമായ സൃഷ്ടികർത്താവായ ശ്രീ ബ്രഹ്മദേവനെ സാക്ഷി നിർത്തി സമൂഹ ഉപനയനം നടത്തി പോകുന്നത്. ഇത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ശ്രീ ബ്രഹ്മദേവൻ എന്നും ചോദിച്ചിട്ടുണ്ട്. സൃഷ്ടികർത്താവാണ് ശ്രീ ബ്രഹ്മദേവൻ എന്ന് ഭാരതവാസികൾ അന്ന് മുതൽ ഇന്ന് വരെ വിശ്വസിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ആ ചോദ്യം? അല്ലെങ്കിൽ പറയണം സൃഷ്ടികർത്താവ് ശ്രീ ബ്രഹ്മദേവൻ അല്ല. അങ്ങനെയുള്ളവർ വിശ്വസിക്കണ്ട. വിശ്വാസികൾക്ക് മാത്രം മതി വിശ്വാസം. വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കണ്ട. ഒരു കുഴപ്പവുമില്ല. അവർ ഒറ്റ കാരണത്താലാണ് ശ്രീ ബ്രഹ്മദേവനെ സാക്ഷി നിർത്തി സമൂഹ ഉപനയനം നടത്തുന്നത്. എല്ലാവരും നമ്മളോട് സഹകരിക്കണം. ജാതിയോ ജാതി ചിന്തയോ ജാതി വ്യവസ്ഥയോ നമ്മുടെ നാട്ടിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും, നമ്മുടെ ഭരണഘടന, നമ്മുടെ മനസ്സിൽ നിന്ന് പോലും ഒഴിവാക്കിയിരിക്കണം. ഞാൻ എടുത്തു പറയുന്നു, ജാതി മൃഗ തുല്യ ചിന്തയാണ്. ജാതി മനുഷ്യന്റെ ഇടയിൽ പാടില്ല. ഇനി മേലാൽ നമ്മുടെ നാട്ടിലുള്ള, ഇന്ത്യയിലുള്ള ശ്രീ മഹാഭാരതത്തിലുള്ള ഒരൊറ്റ ക്ഷേത്രത്തിലും വിശ്വാസിയായി വരുന്ന ഓരോ മനുഷ്യനെയും തൊട്ടുകൂടാത്തവനാണ്, അധകൃതനാണ് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാൻ പാടില്ല. ഇത് പാലിച്ചിരിക്കണം. നന്ദി, നമസ്കാരം. എല്ലാ മംഗളങ്ങളും ഉണ്ടാകണമെന്ന് ഈ നാട്ടുകാരുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ജാതി നിർമ്മാർജ്ജന ഭാരതയാത്രാ നായകൻ അഡ്വക്കേറ്റ് കെ ശരത്ചന്ദ്ര ബോസിന്റെ ഈ ചരിത്രയാത്ര തുടരുകയാണ്. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्तिः.